എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആത്മീയ ഗോളം ശിശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ യാഥാർത്ഥ്യം അതാണ്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ സ്നാനപ്പെട്ടവരാണ്, പേരിന് വേണ്ടി 2 അന്യഭാഷയിൽ സംസാരിക്കും. ഒരാത്മീയ വളർച്ച അവർക്കില്ല, ഒരാത്മീയ വർധനവ് അവർക്കില്ല. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടുന്നത്, ആത്മീയ വർധനവിന് വേണ്ടുന്നത് യാതൊരു മെറ്റീരിയൽസും അവർക്ക് ആരും കൊടുക്കാറില്ല. പിന്നെന്തു ചെയ്യും? ഒരു സങ്കീർത്തനം വായിച്ച് പാട്ടും പാടി എഴുതി. പ്രസംഗം മുഴുവൻ ദാവീദ് ഉലാവാൻ പോയി അല്ലേ? എവിടെ പോയത്? കെട്ടിടത്തിൻ്റെ മുകളിൽ. ആ ഉലവാൻ പോയത് കൊണ്ട് എന്താ സംഭവിച്ചത്? ദുരന്തം അറിയാം. പുറത്ത് പറയണ്ട, നാണക്കേടാ പറയണ്ട. എസ്തറിന്റെ പുസ്തകത്തിൽ നടക്കുന്ന എന്താ? യുദ്ധം. ആരൊക്കെ ആയിട്ടാ? എസ്തർ, മൊർദെഖായും ഹാമാന്റെ മക്കളും തമ്മിലുള്ള യുദ്ധം. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എസ്തറിന്റെ പുസ്തകം എടുത്ത് പ്രസംഗിക്കുന്നിരിക്കട്ടെ. ഈ പ്രസംഗം കേട്ടു വരുന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന ചേതോ വികാരം എന്താണെന്ന് കർത്താവിന്റെ ദാസന്മാരെന്ന് പറഞ്ഞു. അയലത്ത് കിടക്കുന്ന എസ്തറിന് ഹാമാന്റെ മക്കളോടുള്ള രോഷം വർദ്ധിക്കുമെന്നല്ലാതെ വേറെ വല്ലതും അവരുടെ ഉള്ളിലുണ്ടാകുമോ? കറക്റ്റ്, കൈവിടും. അതേസമയത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച്, നിങ്ങൾ തമ്മിൽ ക്ഷമിക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, വഴക്കും വക്കാണവും പാടില്ല. നമ്മൾ ഒരു അമ്മയുടെ മക്കളാണ്, കർത്താവിന്റെ ക്രൂശുമുട്ടിൽ ജനിച്ചവരാണ്. നമ്മൾ കോടതിയിലും കേസിലൊന്നും പോകരുത്. തമ്മിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് സന്തോഷമായിട്ട് പോകണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രമ്യതപ്പെട്ട് ആത്മീയ വളർച്ചയിലേക്ക്, ആത്മീയ വർധനയിലേക്ക് അവരെ വളർത്തിയെടുക്കുന്നതല്ലേ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ അവരുടെ രക്തം തിളയ്ക്കത്തക്ക നിലയിലുള്ള വിഷയങ്ങൾ എടുത്ത് പ്രസംഗിച്ച് അയൽവാസിക്കെതിരെ കേസ് കൊടുക്കുവാൻ, കോടതി പോകുവാൻ. ഇനി അത് വിട്, അയൽവാസിയായിട്ടുള്ള പ്രശ്നമല്ല, സഹോദരന്മാരായിട്ടാണെങ്കിൽ അത് കേസിനും കോടതിയും പോവുക. എൻ്റെ ചർച്ചിലുണ്ടായൊരു കാര്യമാണ്, ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ചർച്ചുമായിട്ടുള്ള കൂടുതൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അവിടെ നിന്നൊക്കെ ഞാൻ ഓടിയിട്ടോ, എൻ്റെ ജീവനും കൂടി ഞാൻ ഓടി രക്ഷപ്പെട്ടു. സഹോദരാ, നമ്മൾ ഇച്ചിരി പ്രബോധനം പ്രസംഗമൊക്കെ പറയുന്ന പുള്ളിക്കറിയാം, അപ്പോൾ ഇച്ചിരി പ്രാർത്ഥനിക്കുന്ന ഒരാളുമാണെന്നൊക്കെ അറിയാം. നാളെ നമുക്ക് കേസിന് പോകണമെന്ന് വേറെ ആളെ നോക്കാൻ പറ്റും. ഇതെന്താ അങ്ങനെ പറയണം? ഞാൻ കേസിനും കോടതിയിലും പോകാൻ പുസ്തകത്തിലും പ്രമാണമില്ല പറഞ്ഞു. അവിടെ പുള്ളി അത് മനസ്സിലാക്കി. അതിപ്പോ പോകാതിരിക്കാൻ വൃത്തിയുണ്ടോ? അന്ന് പൊക്കോന്ന് ഞാനില്ല. കറക്റ്റാണ്, ഞാനില്ല. പക്ഷെ അന്ന് എനിക്കത് അറിയില്ലെന്ന് ഓർത്തോണം. ആ ഭാഗം അന്ന് എനിക്ക് അറിയത്തില്ലെന്ന് ഓർത്തോണം. മനസ്സിലാക്കി. എന്നെ ആരും പഠിപ്പിച്ചു എന്നെ 1 തൊട്ട് 150 സങ്കീർത്തനം വരെ വായിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് 25-28 വർഷം. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞു ഞാനില്ല. സാമ്പ്രന് മാത്രം തന്നെ കൊമ്പുണ്ടോ ഇവിടെ? കൊമ്പുമില്ല, കുമ്പുമില്ല, ഒന്നുമില്ല. ഞാനില്ല, കോടതി പോകാൻ ഞാനില്ല. എനിക്കറിയത്തില്ല. ദൈവം എന്നെ അതിന് വിലക്കിയെന്നുള്ളതാണ് എൻ്റെ കാര്യം. എനിക്ക് ദൈവരാജ്യത്തിൽ പോകാനൊരു ഗോൾഡൻ ചാൻസ് ദൈവം വെച്ചേക്കുമ്പോൾ ഈ കോടതി കയറിയാൽ നഷ്ടപ്പെടുത്തുണ്ടെന്ന് സ്വർഗത്തിന് തോന്നിയിട്ടുണ്ടോ? അല്ല, പിന്നെ എന്താ? കോടതി കയറുന്നവൻ, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹങ്ങളിലെ കേസ്, കോടിക്കണക്കിന് കേസ്, ലക്ഷക്കണക്കിന് കേസ് ആഗോള വ്യാപകമായി കോടതി കിടക്കുന്നത്? എന്താ തമ്മിൽ ക്ഷമിക്കാത്തേ? കർത്താവ് എന്താ പറഞ്ഞു? എൻ്റെ ഡിസൈപ്പിളിൽ ഒരു പഠനം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ, അടുത്ത എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമായി. ഡിസൈപ്പിൾസിന്റെ പ്രധാന ലക്ഷണം തമ്മിൽ സ്നേഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. കൊല്ലം വെൻസിഗർ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ മുരളീധരൻ ഉണ്ടായിരുന്നു, അറിയാമോ? ഡോക്ടർ മുരളീധരൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് ഒരു പെന്തക്കോസ്ത് കൂട്ടം ഉണ്ടായിരുന്നു. ഇന്നേക്ക് 50 വർഷം മുമ്പ് നടക്കുന്ന ചരിത്രമൊന്നും ഓർത്തോണം. ഇന്നങ്ങനെയൊന്നുമില്ല. അവര് പ്രാർത്ഥിക്കാനായിട്ടൊരു 10-20 പേരേ ഉള്ളൂ. പ്രാർത്ഥന അവിടെ വരുന്നു, പാട്ടൊക്കെ പാടുന്നു, പോകുന്നു. തൊട്ടടുത്ത പുള്ളി ഇങ്ങനെ വാച്ച് ചെയ്ത് നല്ല വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് രാവിലെ സഭായത്തിനാകുമ്പോൾ, മറ്റേ കളർ ഷർട്ട് ഇടുന്ന പാവമെന്നാണ് ഞാൻ പറയുന്നത്. രാവിലെ പ്രാക്കളെ പോലെ അവർ വരുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം സംസാരിക്കുന്നു. ഒരാൾ വരുമ്പോൾ മറ്റാളൊന്ന് പ്രൈസ് ദി ലോർഡ് ബ്രദർ എന്നൊക്കെ. സ്നേഹമല്ലേ, ദൈവസ്നേഹം. അപ്പൊ ഈ പുള്ളി ഇത് കണ്ടുകൊണ്ടിരിക്കുക. വെൻസിഗർ ഹോസ്പിറ്റലിലെ സർജൻ ഡോക്ടർ മുരളീധരൻ, അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, ആത്മീയ കോളത്തിൽ അനുഗ്രഹീതനായ ദൈവസന്മാരിൽ ഒരാളായിട്ട് ഞാൻ പുള്ളിയെ കണ്ടിരിക്കും. ഏത് ചർച്ചക്കാരനാണെന്ന് ഞാൻ നോക്കാറില്ല. അവസാനം പുള്ളി ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ? നിങ്ങൾ എന്താ ഇവിടെ കൊണ്ട് പ്രാർത്ഥിക്കാൻ? ചുരുക്കി പറഞ്ഞ ഈ കാന്ത വലയത്തിൽ ഈ പുള്ളി പെട്ടുപോയി.
കാരണം ഇവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു, ഇവർ തമ്മിൽ തമ്മിൽ സ്നേഹത്തോട് ഇടപെടുന്നു, വരുമ്പോൾ തന്നെ പ്രൈസിലോടെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു. ലോകത്തിലെങ്ങും കാണാത്തൊരു സ്നേഹവും ഒരു വല്ലാത്തൊരു അനുഭവം അതിൽ കണ്ടുകൊണ്ട് ഈ പുള്ളി ആകർഷിക്കപ്പെട്ടു. ചുരുക്കി പറയാം, കഥയിൽ അദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി മാറി. പരിണിത ഫലം സ്വന്തം ഭാര്യ സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം ഏകനായി തീർന്നു. പിന്നെ ഒരു പുനർവിവാഹം ചെയ്തു എന്നൊക്കെ പറയുന്നു. വളരെ ചെറുപ്പത്തിൽ നടക്കുന്ന ഒരു സംഭവമായി. സ്വതം ഇന്നും ആത്മീയഗോളത്തിൽ വേറിട്ട് നിൽക്കുകയാണ് ഡോക്ടർ മുരളീധരൻ. നിങ്ങൾ ഇന്റർനെറ്റിൽ അടിച്ചത് ഡോക്ടർ മുരളീധരൻ മെസ്സേജ് പറഞ്ഞ് അടിച്ചു കേട്ടു പോയി. മുഖം നോക്കാതെ പറയുന്ന കർത്താവിൻ്റെ ദാസൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പൊ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ശിശുക്കളായിരിക്കാനല്ല. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ നുണയും എല്ലാ നീക്കിക്കളഞ്ഞ് അന്ന് വായിച്ചേ കുറച്ചൊന്ന് വായിച്ചേ ഇവിടെ കേൾക്കണം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ. 5 കൂട്ടം പാപം ഒരു രക്ഷിക്കപ്പെട്ടു വരുന്ന വ്യക്തിയിൽ 5 കൂട്ടം പാപത്തിന്റെ കണികളുണ്ട്. രക്ഷയ്ക്കായി വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 5 കൂട്ടം പാപങ്ങളും ഈ ആത്മീക ശിശു വിട്ട് കളഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? പാല് കുടിക്കാൻ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. രക്ഷയ്ക്കായിട്ട് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, രക്ഷയ്ക്കായിട്ട് വളരണം വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണമെങ്കിൽ 5 കൂട്ടം കാര്യങ്ങൾ കളയാം. പാല് ചെല്ലത്തില്ല. ഈ വചനം ഉള്ളിലോട്ട് കയറാത്തതിന്റെ പ്രധാന കാരണം ഞാൻ പറയുകയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ ശിഷ്യനായ പത്രോസിലൂടെ എഴുതി വെച്ചിരിക്കുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ എന്നിവ നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഈ പാൽ കുടിച്ചാലേ വളർത്തത്തുള്ളൂ. വചനം മായമില്ലാത്ത പാലാ. ഇന്ന് കാണുന്ന മുഴുവൻ മായമുള്ളതാ. ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ മായമാണ്. ചിരിയൊക്കെ ഉള്ളു നല്ലത്. ഞാൻ 5-6 വർഷം കഴിഞ്ഞ് ചവിട്ടി തൊഴിച്ചുകൊണ്ട് പറയുക, മുഴുവൻ മായമാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ഇച്ചിരിയൊക്കെ കിട്ടുമായിരിക്കും, അതൊക്കെ നുള്ളി പറക്കി എടുത്തോണം. ഈ കോഴി ചിക്കുന്ന പോലെ ചിക്കിയൊക്കെ എടുത്ത് ഇച്ചിരിയൊക്കെ നല്ലത് കിട്ടും. ബാക്കി മുഴുവൻ വേസ്റ്റാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് 5 വർഷം ഞാൻ പഠിച്ചു. CTH, പിന്നെ എന്താണ് BMSology, അങ്ങനെ ഒരു 3-4-5 ഡിഗ്രി ഞാൻ ചെയ്തു. ഇതിൻ്റെ പുസ്തകങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വൈഫ് എടുത്ത് എല്ലാവർക്കും കടലക്കാരന് വിറ്റ് കാര്യം മേടിച്ചു. ഞാൻ ചോദിച്ചു, പുസ്തകം തേടി. അതെല്ലാം ഞാൻ എടുത്തു. അപ്പം ഞാനും വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവമാണ് അത് പോട്ടത്തിരുന്നു. എല്ലാവരും എന്താ അതിലൊന്നൊന്നുമില്ല. ഈ വചനത്തിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളതൊന്നും അതിലില്ല. പല കഥകളും അവിടെ ഇവിടെ പറഞ്ഞ അത് കാര്യങ്ങളൊക്കെ പുസ്തകത്തിലെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. രക്ഷയ്ക്ക് വേണ്ടി വളർന്നു വരാൻ മായമില്ലാത്ത പാല് കുടിക്കണമെന്നും പാല് കുടിക്കുന്നതിന് 5 വിധ സ്വഭാവ ഗുണങ്ങളെ മാറ്റിക്കളയണമെന്നും ഈ ആത്മീയ ശിശുവിനെ വളർത്തിയെടുക്കുവാൻ ദൈവവചനം ഉള്ളിൽ ചെല്ലണമെന്നും പാല് കുടിക്കണമെന്നും കുടിക്കുന്നതിന് 5 വിധ പാപ സ്വഭാവങ്ങൾ മാറ്റണമെന്നും അത് മാറ്റിയാലേ പാലകത്ത് ചെല്ലുള്ളൂ എന്നും പാലകത്ത് ചെന്നാലേ വളരുള്ളൂ എന്നും വളർന്നില്ലെങ്കിൽ ഇത് ജഡികനാണെന്നും അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇന്ന് ഞാനത് മനസ്സിലാക്കുക. അന്നോട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്നാലും പറഞ്ഞു തന്നില്ല. അതുകൊണ്ടാണ് അത് കപ്പൽട്ടിക്കാരൻ്റെ കയ്യിൽ ആ പുസ്തകം പോയത്. അല്ലെങ്കിൽ പോകത്തില്ല. അത് ശരിയായ വ്യവസ്ഥപ്രകാരമുള്ള പഠനമാണെങ്കിൽ അത് പോകത്തില്ല. എനിക്കറിയാം, പോകത്തില്ല. അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. ചില ഉപദേഷ്ടാക്കന്മാരിലൂടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. യേശു കർത്താവ് വരുമ്പോൾ അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കണം. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് നമ്മൾ പ്രാപിക്കണം. അതിന് ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് നമുക്കുണ്ടാകണം. ഇതെവിടെ കിട്ടും? എവിടെ കിട്ടും? സഭകളിൽ പോയാൽ കിട്ടും. ഒരു കഥയിലൂടെ തെളിയിക്കാൻ കിട്ടത്തില്ല. ഒരു മനുഷ്യൻ ഒരു കാട് കടന്നു പോകേണ്ട ഒരു സന്ദർഭം വന്നു. കേട്ട് കാണും നിങ്ങൾ. നടന്ന് വലഞ്ഞ് ക്ഷീണിച്ച് ആ കാടിൻ്റെ
ഭാഗം തീരാറായി ഏകദേശം ഒരു ടൗണിനോട് അടുത്ത് വരുന്ന സമയത്ത് വിശന്ന് ദാഹിച്ച് ഈ മനുഷ്യൻ, അല്പ കാശൊക്കെ കയ്യിലുണ്ട്, എവിടെയെങ്കിലും ഇച്ചിരി വെള്ളവും ഇച്ചിരി ആഹാരം കിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്ക് വക തോന്നത്തക്ക നിലയിൽ ഒരു ബോർഡ് അവിടെ കണ്ടു. അത് കഴിഞ്ഞൊരു 100 മീറ്റർ കൂടി കഴിഞ്ഞാൽ കാട് ടൗണിലേക്ക് വരിക. എഴുതി വെച്ചിരിക്കുന്നു ഊണ് റെഡി. വാർത്തയോടെ ചെന്നിട്ട് പറഞ്ഞ് എനിക്കൊരു ഊണ് വേണം. അപ്പം അവിടെ നിന്ന് ഒരുത്തൻ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക, പരം മറിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഊണ് റെഡി. അയ്യോ, അത് ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക, ഉണങ്ങാൻ വേണ്ടി. അതാണ് സഭ. ഒന്നുമില്ല തിന്നാൻ. സഭയിലൊന്നും ഒന്നുമില്ലെന്ന്. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല സഹോദരങ്ങളെ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 50 വർഷമായ ആത്മീയ കോളത്തികളിൽ ചവിട്ടിത്തൊഴിക്കുക. എങ്ങും കിട്ടത്തില്ല. ദൈവം വചനം ഫലമേൽപ്പിച്ചവരുണ്ട്. അവരിൽ നിന്ന് ഈ ഉപദേശങ്ങൾ കേട്ട് പഠിച്ചനുസരിച്ചാൽ അത് കിട്ടും. അർത്ഥം, ഈ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കിത് കിട്ടത്തുള്ളൂ. വചനം അല്ല കിട്ടത്തില്ല. വചനം പറഞ്ഞു തരുന്നതൊക്കെ വല്ലതുമൊക്കെ പറഞ്ഞു തരിക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രശ്നങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും പോകുന്ന ദൈവദാസന്മാരെ, കുടുംബകലഹങ്ങളുള്ളവരെ, പ്രശ്നത്തിലൂടെ മുമ്പോട്ട് പോകുന്നവരെ, കൊടുക്ക് വാങ്ങലിൽ സാമ്പത്തിക കൃത്യവിലോപങ്ങൾ വരുത്തുന്നവരെ, കുടുംബജീവിതത്തിന്റെ മോറൽ ഭാഗങ്ങൾ തകർന്നു കിടക്കുന്നവരെ, അങ്ങനെ വിവിധ നിലയിലുള്ളവരുണ്ടല്ലോ. ഇവർക്കൊക്കെ എന്നെ വചനം പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല. കിട്ടത്തില്ല വചനം. വചനം നിർമ്മലമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവ് പൗലോസിനെ പോലെ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് തിരുവത്താഴം എന്നുള്ള ശുശ്രൂഷ കർത്താവിൽ നിന്ന് പ്രാപിച്ചു തന്നെന്നല്ല. നോ, അതുകൊണ്ട് അതില്. എന്നാൽ പൗലോസ് കർത്താവിൽ നിന്ന് വചനങ്ങൾ പ്രാപിച്ച് ജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നേരത്തെ ഇവിടെ വിളിച്ചു പറഞ്ഞത്. അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അങ്ങനെ ഉറ്റിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കും. ഉറ്റിരിക്കുന്നവർ കൊടുക്കും, അല്ലാത്തവർ കൊടുക്കത്തില്ല. ഇവിടെ കുറച്ചും വരാണ്ട് പറഞ്ഞല്ലോ, പ്രാർത്ഥനയ്ക്ക് പോണ സമയമുണ്ടെങ്കിൽ ഒരു ലീവ് കിട്ടിയാൽ എന്തിനു പോകുന്നു? എവിടെ പോകുന്നു? എക്സ്കർഷൻ. പിള്ളേർ പടാം 4 ദിവസം കമ്പനി അവധിയാണ്, നമുക്ക് എക്സ്കർഷൻ പോടാം. 4 ദിവസം ഉപദേശിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ വിശ്വാസികളെ, ദൈവമക്കളെ? SSLC-ക്കും ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തി 4 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒരു കർത്താവിന്റെ ദാസനെ വിളിച്ച് ഉപദേശങ്ങൾ കേട്ട് വചനം കേട്ട് പഠിച്ച് കുട്ടികൾക്ക് നിങ്ങൾക്കെല്ലാം ഒരുങ്ങാൻ മനസ്സുണ്ട്. അല്ലാതെ ഏത് സ്വർഗത്തിൽ പോകാനിരിക്കുക? 4 ദിവസം കിട്ടുമ്പോൾ എക്സ്കർഷന് പോവുക, ടൂർ അടിക്കുക. സർക്കാർ അതിന് കാര്യം കൊടുക്കുന്നുണ്ട്. അതാ അതിലും വിചിത്രം. ഒരു ഗവൺമെന്റ് ജീവനക്കാരന് ഒരു നല്ല IT ഫീൽഡിലുള്ള ഒരു നല്ല കമ്പനിക്കാരൻ അവർക്ക് പോലും കിട്ടുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനികൾക്ക് ഒരു വർഷത്തിൽ 4 ദിവസത്തെ അവധിയും ഇത്ര രൂപ ശമ്പളവും ഭാര്യയ്ക്കും മക്കൾക്കെല്ലാം ടൂറും അവർ പോയിക്കൊണ്ടിരിക്കുക. പെന്തക്കോസ്തുകാരൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക റിപ്പോർട്ടേ, കുഴപ്പമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഗോൾ എന്താണ്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. യേശു വരും നമ്മളെ ചേർക്കുവാൻ. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ നമ്മളെ ചേർക്കണമെങ്കിൽ ജഡികനെ ചേർക്കുമോ? ചോദ്യം. ഒരു പ്രാകൃതനെ ചേർക്കുമോ? ഇല്ല. പിന്നെ ആരെ ചേർക്കും? ആത്മീകനെ ചേർക്കും. ആത്മീകൻ എങ്ങനെ രൂപപ്പെട്ടു വരും? ഒരു സുപ്രഭാതത്തിൽ വെള്ളത്തിൽ പൊങ്ങി 2 അന്യഭാഷ പറഞ്ഞാൽ ആത്മീകനാകുമോ? ചോദ്യം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 16-17 വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന വചനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോവുകയും ചെയ്യുന്നവർ ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. 2 ദാസത്വം. ഒന്ന് മരണത്തിന്റെ ദാസം, ഒന്ന് പാപത്തിന്റെ ദാസം, ഒന്ന് ജീവന്റെ സ്തോത്രം നിത്യജീവന്റെ ദാസൻ. പാപത്തിന്റെ ദാസൻ, നീതിയുടെ ദാസൻ. അതാ എൻ്റെ കറക്റ്റ് പഠനം. ഒന്നുകിൽ പാപത്തിന്റെ ദാസൻ, നീതിയുടെ ദാസൻ. നീതിയുടെ ദാസൻ ദൈവത്തിന്റെ ദാസൻ, പാപത്തിന്റെ ദാസൻ സാത്താന്റെ മകൻ. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും, അടുത്ത ഭാഗം വളരെ പ്രധാനമാണ് കേട്ടോ. അത് എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ പാപത്തിന്റെ ദാസൻ എങ്ങനെ നീതിയുടെ ദാസനായി? പറഞ്ഞേ ചോദ്യം.
പഠിപ്പിച്ച ദൈവത്തിന്റെ ഉപദേശത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. കറക്റ്റ്. അപ്പൊ ഉപദേശം പഠിപ്പിക്കാതെ പാപത്വം വിടാൻ പറ്റുമോ? ഒരു സങ്കീർത്തനം മോശ അതിലേ പോയി, ദാവീദ് ഇതിലേ പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ പാപത്തിന് ദാസനാകാൻ പറ്റുമോ? പാപത്തിന്റെ ദാസത്വം നിന്ന് വിടുതൽ പ്രാപിച്ച് നീതിക്ക് ദാസനമാകണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അതാ ഇവിടുത്തെ പ്രധാന വിഷയം. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്റെ ദൈവമേ, 25 വർഷം എന്റെ ജന്മം പാടായല്ലോ. ഞാനൊരു വിശ്വാസിയായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ വചനങ്ങളെ പഠിക്കാതെ ഞാൻ വെറും എന്തോ പറയാ, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് രാവിലെ വന്ന് കയ്യും കൊട്ടി പാട്ടും പാടി ബഹളം വെച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയല്ലോ കർത്താവേ. പാപത്തിന്റെ ദാസനാരാണ്, നീതിയുടെ ദാസനാരാണെന്ന് 94-കാരനായ ഒരു ദൈവദാസൻ പറഞ്ഞു. നിങ്ങൾ പാപത്തിന്റെ ദാസനായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായതുകൊണ്ട് ദൈവത്തിന് സ്വോത്രമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം വചനം ഭരമേൽപ്പിക്കപ്പെട്ട ഒരു ദൈവവൃത്തിനായിരുന്നു അദ്ദേഹം. എനിക്ക് 5 വർഷം മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇതുവരെ ആരും ഇതുപോലെ ഒരു വചനം പറഞ്ഞ എന്റെ ആയുസ് ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടാകുമായിരിക്കാം, പറയുന്നുണ്ടാകാം. ലോകത്തിലെ സകല മനുഷ്യരും ആദാമ്യ പാപ നിമിത്തം പാപത്തിന്റെ ദാസന്മാരാണ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ പരിശുദ്ധാംശം പ്രാപിച്ചതുകൊണ്ടോ പാപത്തിന്റെ ദാസത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല. പിന്നെ എങ്ങനെ പ്രാപിക്കും? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. ഞാനൊരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കില്ല. അപ്പൊ പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ചോദ്യം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ പാപത്ത് സ്വാതന്ത്ര്യം നീതിക്ക് ദാസനാകണമെങ്കിൽ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിക്കണം. അല്ല, പാപത്ത് സ്വാതന്ത്ര്യം കിട്ടത്തില്ല, സ്നാനപ്പെട്ടാൽ കിട്ടത്തില്ല, രക്ഷിക്കപ്പെട്ടാൽ കിട്ടത്തില്ല, അഭിഷേകം പ്രാപിച്ചാൽ കിട്ടത്തില്ല. അത് വിശ്വാസത്തിന്റെ 1, 2, 3 പടികളാണ്. അത് വേണം. അത്രയും ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉപദേശം പഠിച്ചനുസരിക്കണം. അപ്പൊ ഉപദേശം ഇല്ലെങ്കിലോ എന്തായിരിക്കും? പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടത്തില്ല, പാപം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കഥ കണ്ടില്ലേ? സഭയിൽ നടക്കുന്ന കാര്യം പാപമില്ലേ? എന്താ കാര്യം? ഉപദേശം ഇല്ല. നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഉപദേശം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ അപ്പൊ അവിടെ ഞാൻ വരാം. ഇല്ല, വരത്തില്ല. പ്രശ്നം പറഞ്ഞു തീർക്കാം. കാരണം എന്താ? പറഞ്ഞു തീർക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ നിൽക്കരുത്. ഞാൻ വരുമ്പോൾ നിങ്ങൾ വരില്ല, നോ പാടില്ല. ഞങ്ങൾ പൊതിഞ്ഞ് പറയുന്നതുകൊണ്ട് ആരും അറിയത്തില്ല. എവർക്ക് ഇട്ടുകൊടുത്താലും ആരും അറിയത്തില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് വരാം. എന്താ പ്രശ്നം? എന്തെങ്കിലും കയ്പുണ്ടോ? പറഞ്ഞു തീർക്കാം. കയ്പുള്ള പേര് വിളിച്ച് കലക്കമുണ്ടാക്കി ദുർനടപ്പുകാരനായി അവകാശം നഷ്ടപ്പെടുത്തിയ ഏജാവിനെ പോലെ ആയിത്തീരുന്നു ആ കയ്പ് വെച്ചോണ്ടെന്നാൽ. ഇപ്പൊ അവകാശം നഷ്ടപ്പെട്ട് കിടക്കുക. ഇതൊരു സ്വർഗ്ഗരായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി നീതി ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ദാസനാകുന്നത്. പാപം വെച്ചോണ്ടിരുന്ന എങ്ങനെ ദൈവത്തിന്റെ ദാസനാകുന്നത്? എന്റെ ഭാര്യയോട് തന്നെയാണ് ശരി വെച്ചേക്കുമ്പോഴോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പോകാൻ തരുന്നത് കൈ കൊടുത്ത് സ്വതന്ത്രം ഞാൻ പറഞ്ഞു ക്ഷമിച്ചേക്കണേ. കാരണം നമ്മളാ പറഞ്ഞത് പോലും ദൈവസന്നിധിയിൽ എന്താണ്? ഒന്നും ഭാര്യയാണെന്ന് വെച്ചൊന്ന് കൈ കൊടുത്തൊരു സ്വതന്ത്രം പറയുന്നത് എന്താ? ആകാശം ഇടിച്ചു കൊണ്ടു. നമ്മുടെ ഈഗോ സമ്മതിക്കത്തില്ല. പറഞ്ഞത് ഞാനങ്ങ് താഴണം. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ നീ താഴണം. കുരുത്തക്കേട് നിന്റെ വായിന്നാണ് വന്നെങ്കിൽ നീ താഴണം. മരുമോനോടാണ് പറഞ്ഞതെങ്കിൽ താഴണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ കർത്താവിന്റെ ദാസന്മാരെ, സഭകൾക്ക് സംഭവിച്ച മുന്നിച്ചിരി എന്താണെന്ന് ചോദിച്ചാൽ ഉപദേശം സഭകൾ പഠിക്കുക. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 16-17 ഒന്ന് വായിച്ചേ. ഇത് 6-ന്റെ 16-17 നമ്മൾ വായിച്ചേ. ഈ 16-ന്റെ 16-17 ഒന്ന് വായിച്ചേ. ഒരു വിചിത്രമായ സംഭവം അവിടെ പൗലോസ് പറയുന്നുണ്ട്. റോമർ 16-ന്റെ വായിച്ചു. 16-17 വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവേൻ. റോമർ 16-ന്റെ 16-17 അതാണ്. സഹോദരന്മാരെ, പഠിപ്പിച്ച ഉപദേശത്തിന് വിരുദ്ധമായി ബന്ധവർഷങ്ങളെയും തുടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു വളരണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അകന്നു മാറുകയും. ഒന്നുകൂടി വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങളെ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ
ദ്വന്ദ്വവശങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവിടെ നിൽക്കട്ടെ. അപ്പോ റോമർ 6 എന്താ പറഞ്ഞത്? നിങ്ങൾ പഠിച്ച ഉപദേശം, നിങ്ങൾ പഠിപ്പിച്ച ഉപദേശം. ഈ റോമർ 16:16-17 നിങ്ങൾ പഠിച്ച ഉപദേശം അല്ലേ? അപ്പൊ 6 എന്താ പറയുന്നത്? അല്ല, റോമർ 6 പഠിപ്പിച്ചത് എന്താ പറഞ്ഞത്? ദാസന്മാരായ നിങ്ങൾ പഠിപ്പിച്ച ഉപദേശം. അപ്പൊ റോമർ 6 പഠിപ്പിച്ച ഉപദേശം അപ്പൊ എന്താ ഇതും തമ്മിലുള്ള വ്യത്യാസം? എന്താ? നമ്മൾ പഠിക്കുന്നില്ല, നമ്മളെ പഠിപ്പിക്കാൻ ആളില്ല പ്രിയമുള്ളവരെ. റോമാസഭയെ പൗലോസ് അപ്പോസ്തലനും പത്രോസ് അവരെല്ലാം ഉപദേശം പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ഇന്ന് സഭയെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് സഭയിൽ ജഡീകന്മാർ നിറഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളത്? ഹല്ലേലൂയ. ഉപദേശം പഠിക്കാതെ എങ്ങനെ ഒരു ഉപദേശിയാകും? എന്നോട് പുറത്തു കൊള്ളണമേ. SSLCക്ക് തോൽവി ശതമാനം കൂടുമ്പോൾ ഞാൻ ബൈബിൾ കോൾ ഉണ്ടായ കാലത്ത് ഞങ്ങൾ സഹോദരന്മാർ പറയും, അടുത്ത വർഷം നമുക്ക് അഡ്മിഷൻ കൂടും. മനസ്സിലായില്ല? SSLCക്ക് തോൽവി ശതമാനം കുമിഞ്ഞുകൂടുമ്പോൾ നമുക്കിവിടെ അഡ്മിഷൻ. കാരണം എന്താ? എല്ലാം ഇങ്ങോട്ട് കഞ്ഞി കുടിക്കാനും എന്തെങ്കിലുമൊക്കെ പഠിച്ച് വെള്ള ഷർട്ട് വിട്ട് ഒരു പാൻറ് വിട്ട്. ഞാൻ ഉപദേശിമാരെ പഠിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നതല്ല, റിയൽ നടന്നുകൊണ്ടിരിക്കുന്ന സത്യം ഞാൻ തുറന്നു വയ്ക്കുന്നത് മാത്രമേ. ഒരു വെള്ള ഷർട്ട് വിട്ട്, ഒരു കറുത്ത പാൻറ് വിട്ട്, ഒരു വേദപുസ്തകം കയ്യിൽ പിടിച്ച് 2-3 വർഷം ബൈബിൾ കോളിൽ പഠിച്ചാൽ ഒരു ഉപദേഷ്ടാവകത്താകും. ഉപദേശം പഠിക്കണം, ഉപദേശം പഠിപ്പിക്കാൻ ആളുണ്ടാകണം. ബൈബിൾ കോളേജുകൾ ഉപദേശം പഠിപ്പിക്കുന്ന രീതി വളരെ കുറവാണ്. എല്ലാവരെയും ഞാൻ ചേർത്ത് പറയുന്നില്ല. വളരെ തുലവും ബൈബിൾ കോളേജുകൾ മാത്രമേ അല്പമെങ്കിലും പത്യവചനം, പത്യോപദേശം ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഇറക്കുന്നുള്ളൂ. മറ്റു ബഹുഭൂരിപക്ഷവും കഞ്ഞി കുടിച്ച് അവരിങ്ങനെ പാട്ടും പാടി. ഒരു വീട്ടിൽ കഞ്ഞിക്ക് വകയില്ലാത്തവരവിടെ ഒന്ന് 3 നേരം രാവിലെ ഉപ്മാവ്, വയറ് നിറച്ച് ഉപ്മാവ്, ഉച്ചയ്ക്ക് കോഴിയിറച്ചിയും ചോറും അല്ലെങ്കിൽ മീന്, സ്വത്രം, പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ ബീഫ്, ഇതൊക്കെ വെച്ച് ആഹാരം കൊടുക്കും. 3 നേരം സുഭിക്ഷണമായി ഭക്ഷണം കഴിച്ച് ഇവർ ബൈബിൾ കോളേജിൽ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കും. സർക്കുലർ സ്റ്റഡി നടത്തുന്ന പോലെ ഇവർ അങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. വല്ലതൊക്കെ പഠിപ്പിക്കുക, എന്തെങ്കിലും ഒന്നും പറയും. കാരണം കാര്യകാരണ സഹിതം ഒന്നും പഠിപ്പിക്കുന്നില്ല. കേരളക്കരയിലെ ഷാരോൺ ചർച്ചിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, വി എ തോമസ്. കേട്ടിട്ടുണ്ടാകാം. ബൈബിൾ കോളേജിന്റെ പടിവാതിൽ കണ്ടിട്ടില്ല. പുള്ളി പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടുപോകുന്നുണ്ട്. ഇത്ര വചന വ്യാഖ്യാനമുള്ളൊരു ദൈവദാസൻ, സുവിശേഷം പറയാൻ അഗ്രഗണ്യൻ, സുവിശേഷം പറഞ്ഞ് അനേകരെ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വരുവാൻ ആ കർത്താവിന്റെ വിലയേറിയ ദാസൻ മുഖാന്തരമായി ഭവിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതേ ഒരു ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് ഒരു ഡ്രങ്ക് വെട്ടി ഇതിൽ 2-3 പുസ്തകങ്ങളും ഒരു തുണികളും അത് ലുങ്കിയും പുറപ്പൊക്കെ ആയിട്ട് അവിടെ ചെന്ന് ഒരു ചോദിച്ചു. അപ്പോൾ ചെല്ലുമ്പോൾ ഡീൻ ഒരു ഇന്റർവ്യൂ നടത്തും. എന്തോരം പഠിച്ചില്ല. നീയോ എന്തോരം പഠിച്ചു? നിൽ. ഇത്ര വയസ്സുണ്ട്? ഇത്ര വയസ്സ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പനെന്താ ജോലി? നിൽ. ഒരു ജോലിയില്ല. അമ്മയ്ക്ക് എന്താ ജോലി? തൊഴിലുറപ്പിന് അവിടെയൊക്കെ പോയി ചെറിയ വരുമാനം കൊണ്ട് കഞ്ഞി ജീവിക്കും. ഈ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് എന്താ കാര്യം? കർത്താവിനെ വിളിച്ചു എന്നൊരു ബോധ്യമുണ്ട്, അതുകൊണ്ട് അവരെ പഠിക്കാൻ അഡ്മിഷൻ കൊടുത്തു. അതിന് നല്ല മനുഷ്യനും കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എടുത്താലും വയ്യ. ഞാൻ ഒന്നും അറിയത്തില്ല, എന്തെഴുതാനാ, ഓർമ്മയിലോ ഒന്നുമില്ല. അവസാനം സാറ് പറഞ്ഞു, പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകണം. പുള്ളിയുടെ അനുഭവം പുള്ളി പറഞ്ഞ കേട്ട ഞാൻ പറഞ്ഞു, ചുമ്മാ പറയല്ല. പുള്ളി ഈ പെട്ടി കൊണ്ടുവന്ന് വീട്ടിലോട്ട് മൂലയിലോട്ട് ദേഷ്യത്തിലാണ് വലിച്ചു കൊണ്ടിട്ടു. അതുകൊണ്ട് ആ വാതിൽ കയറി 21 ദിവസം ഉപവാസമാണ് അമ്മയെ എന്നെ വിളിച്ചേക്കരുത്, ചൂടുവെള്ളം നോക്കിയപ്പോൾ കൊണ്ട് തന്നേക്കണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചു വന്ന് അനേക അതൊക്കെ നല്ല പ്രവാചകന്മാരുള്ള കാലഘട്ടം. ഇന്ന് മുഴുവൻ കള്ളപ്രവാചകന്മാർ. ഞാൻ പറയാൻ എനിക്ക് മടിയില്ല. 40% കള്ളപ്രവാചകന്മാരാണ്. പല 1-2 കാണും. സ്വത്രം പ്രവചനം എന്താണെന്നൊക്കെ പറഞ്ഞു വരണം. പ്രവചനം എന്താണെന്ന് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പ്രവചിക്കുന്നതിനും ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി പ്രവചിക്കുന്നു. ഇന്ന് ആശ്വാസത്തിനായി പ്രവചിക്കുന്ന പ്രവാചകന്മാരേ ഉള്ളൂ. പ്രബോധനവും ആത്മീയവർദ്ധനവും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ആ ഭാഗത്തേക്ക് പോകേണ്ട, നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു,
ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയാണ്, കർത്താവ് എനിക്ക് ജ്ഞാനം തരണം, വിവേകം തരണം. ഓക്കെ, ഇത് ഉപവസിച്ചു. 21 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ മുഖമെല്ലാം പ്രകാശം. വെറും വെള്ളം കുടിച്ചിരിക്കുക, കഞ്ഞിയൊക്കെ കുടിച്ചു. 12 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്നു. താഴെ വീട്ടിലോട്ട് കാറ് കയറത്തില്ല, വീടിൻ്റെ ഒരു 10-100 മീറ്റർ താഴെയായിട്ട് കാറിങ്ങനെ വന്നു. കാറ് വന്നു നിന്നിട്ട് അവർ ചോദിച്ചു, വിയോ തോമസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ്റെ വീട് ഇവിടെയാണോ? വിയോ തോമസ്. അതേ, വിയോ തോമസിൻ്റെ വീടില്ല. അദ്ദേഹം ഒരു സുവിശേഷകനാണല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. അതേ, സുവിശേഷകൻ. അദ്ദേഹം ഞങ്ങളുടെ മീറ്റിങ്ങിൽ വന്ന് പ്രസംഗിക്കാം, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഭയങ്കര പവർഫുള്ളായി. ഇപ്പൊ നേരത്തെ നമ്മൾ പ്രവൃത്തി പുസ്തകത്തിൽ വായിച്ചത് എന്താ? നിങ്ങൾ എന്നോട് കേട്ട പരിശുദ്ധാത്മാവ് വായിച്ചോട് കാത്തിരിക്കണം, അല്ലേ? കാത്തിരുന്ന് ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകണം. അപ്പൊ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി മതി. അതിന് പണത്തെക്കാൾ ഉപരി, ഡിഗ്രിയേക്കാൾ ഉപരി ആത്മാവിന്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. ആത്മശക്തി പ്രാപിച്ച് നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പറഞ്ഞതാ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി കിട്ടും, അധികാരങ്ങൾ കിട്ടും, ദൈവകൃപ വ്യാപരിക്കും. അങ്ങനെ നിങ്ങൾ എന്റെ സാക്ഷികളാകും. അല്ലാതെ സാക്ഷിയാകാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ആ മനുഷ്യൻ പോയി. ഒരൊറ്റ പ്രസംഗത്തിൽ 10-15 പേരാണ് കരഞ്ഞോണ്ട് ഈ കർത്താവിനെ ആർക്ക് വേണമെന്ന് ചോദിച്ചു, കരഞ്ഞോണ്ട് കൈകൾ പൊക്കി രക്ഷിക്കപ്പെടുന്നത്. വിയോ തോമസിന്റെ ഒരു കാലം തന്നെയായിരുന്നു. എൻ്റെ ഈ 2 കണ്ണുകളോട് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ പറയും. അദ്ദേഹം പോകുന്ന മീറ്റിങ്ങുകളൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അവിടെ പോയിരുന്നത് ഈ കർത്താവിനെ ആർക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ആൾക്കാർ എഴുന്നേറ്റ് 10-15 പേര്. ഇവിടെ ഒരു കൺവെൻഷൻ നടത്തിയ ഒരു പൂഞ്ഞാണി പോലും രക്ഷിക്കപ്പെടുന്നില്ല. എന്താ കാര്യം? ആത്മശക്തി പ്രാപിച്ചല്ല ദൈവവചനം പ്രസംഗിക്കുന്നത്, ആത്മാവിലല്ല പ്രസംഗിക്കുന്നത്, ഇനി വചനമല്ല പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം കറക്റ്റ് ആണല്ലോ. ഇനി വചനം കേൾക്കുന്നത് ആരാ? ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. മനസ്സിലായല്ലോ? ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു, ദൈവസന്തതിയായവൻ ദൈവവചനം. അപ്പൊ ദൈവം അയക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആത്മശക്തി കൊടുത്ത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുത്ത്, കൃപകളും വരങ്ങളും കൊടുത്ത് ഒരു ദൈവം ഒരു മനുഷ്യനെ അയക്കുമ്പോൾ അവൻ പ്രസ്താവിക്കപ്പെടുന്ന വചനം കേൾക്കുന്നവർക്കാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകും. ഒരു തത്വജ്ഞാനം വിളിച്ചു പറഞ്ഞാൽ മാനസാന്തരം ഉണ്ടാകത്തില്ല. വചനം വിളിച്ചു പറയണം. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന എങ്ങനെയാന്ന് ആരോടുകൾ ചോദിച്ചു നോക്കി, പറയാൻ ചോദിക്കുക. അവരൊരു പാപത്തെ ഞാൻ 50 വർഷം വിശ്വാസ ജീവിതം നയിച്ച ഒരു സഹോദരി, എൻ്റെ കൂട്ടുകാരുടെ ഒരു ഭാര്യ. ഞാൻ ഒരു സഹോദരി, ഞാൻ ചോദ്യം ചോദിക്കാൻ പോകാം. ചോദിച്ചോ സാമിച്ച, സ്വർഗരാജ്യത്തിൽ ആരാ പോകുന്ന സഹോദരി? ഒന്ന് വചനത്തിലൂടെ മറുപടി പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണ്ടേ? വചനത്തിലൂടെ പറയണേ. അപ്പോഴും പുള്ളിക്കാരി പറയാ, രക്ഷിക്കപ്പെട്ടത് ആണപ്പെട്ടു വൈദ്യുതാംശം പ്രാപ്തി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ദൈവത്തിന് സ്വർഗത്ത് പോവാ. ഏത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞൊരു വചനം പറഞ്ഞ് അറിയില്ല. താമസ 50 വർഷമായി വിശ്വാസിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മത്തായി 7:21 എന്താ പറയുന്നേ? അതെന്താ പറയുന്നത്? എന്നോട് ചോദിക്കുക. എന്താ പറയുക? എന്നോട് ചോദിക്കുക. പറഞ്ഞോ. കർത്താവേ കർത്താവേ ഏവനുമല്ല അതാ വാക്യം. നമ്മൾ കൂടുതലൊന്നും തത്വജ്ഞാനമൊന്നും പറയണ്ട. കർത്താവ് സ്വർഗത്ത് പോണാരാ? ദാവീദ് രക്ഷിതാ സ്വർഗത്ത് പോവാം. അതുപോലും ബാലപാഠമായി ഇപ്പൊ നിങ്ങൾ പറയും അതിനെന്താഹമുള്ളവരോടും പഠിക്കുന്നുണ്ടോ കാണ്ട നിങ്ങൾ പറയുന്നേ. സാധാരണ ആൾക്കാർ ചോദിച്ചാൽ പറയത്തില്ലെന്ന് ഞാൻ 100% എഴുതിത്തരാം. അവർ പറയും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. എന്താ കാര്യം? ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല. മോശയുടെ അളിയന്റെ പേരാന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നു. മോശയുടെ അമ്മായിപ്പന്റെ പേരല്ല. ഇത്രോ? അതൊക്കെ നന്നായിട്ട് അറിയാം. ദൈവരാജ്യത്തെ കുറിച്ച് പോണ ആ ആളെ കുറിച്ച് ചോദിച്ചാൽ അറിയത്തില്ല. എന്താ കാര്യം? പുതിയ നിയമമായിട്ട് നമുക്ക് ബന്ധമില്ല. എബ്രായ ലേഖനം 1:1 വാക്യം എന്താണെന്നറിയാമോ? പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അപ്പൊ നമ്മോടുള്ള അരുളപ്പാടേതാ? എത്ര ലളിതമായിട്ട് കിടക്കുക. അന്ത്യകാലത്ത് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. അല്ല,
ദൈവം പണ്ട് ഭാഗമായി വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദിയിൽ ദൈവം എന്ന് തുടങ്ങിയ ആ അരുളപ്പാടുകൾ മുഴുവൻ, ആരംഭകാലങ്ങളിലുള്ള അരുളപ്പാടുകൾ മുഴുവൻ, ഓരോ യുഗങ്ങൾ, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ലേ? ഡിസ്പെൻസേഷൻ, യുഗങ്ങൾ, 9 യുഗങ്ങളെ കുറിച്ച് വേറെ ദിവസവും പഠിപ്പിക്കുന്നു. ഈ 9 യുഗങ്ങളിലും ഓരോ യുഗങ്ങളിലും ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? ഓരോ നിലയിലാണ്. ആദ്യത്തെ യുഗത്തിന്റെ പേരെന്താണ്? നിഷ്പാപയുഗം, പാപം ചെയ്യാതെ. രണ്ടാമത്തെ യുഗത്തിന്റെ പേരെന്താണ്? മനസ്സാക്ഷി യുഗം. മൂന്നാമത്തെ യുഗത്തിന്റെ പേരെന്താണ്? മാനുഷിക ഭരണയുഗം. സ്വതന്ത്രം. ഒന്നാമത്തെ യുഗം നിഷ്പാപയുഗം, രണ്ടാമത്തെ യുഗം മനസാക്ഷി യുഗം, മൂന്നാമത്തെ യുഗം മാനുഷിക ഭരണയുഗം, നാലാമത്തെ യുഗം വാഗ്ദത്ത യുഗം, അഞ്ചാമത്തെ യുഗം ന്യായപ്രമാണ യുഗം, ആറാമത്തത് നമ്മൾ നിൽക്കുന്ന കൃപായുഗം, ഏഴാമത്തെ യുഗം മഹോദര യുഗം, എട്ടാമത്തെ യുഗം സഹസ്രാബ്ദ യുഗം, 9ാമത്തെ യുഗം നിത്യയുഗം. അത് ഒത്തിരി പേര് പഠിപ്പിക്കുന്നുണ്ട്. ഏകദേശം കറക്റ്റായിട്ടുള്ള അതാ പാപയുഗം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ കാലത്ത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന യുഗം. അതിന് പ്രത്യേകിച്ച് പാപയുഗം എന്നൊരു പേരൊന്നുമില്ല. അതിന് വേറെ പേര് പല കാര്യങ്ങൾ പല നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഈ അറ്റ്ലീസ്റ്റ് പഠിപ്പിക്കലാണ്, ടീച്ചിങ്. ഇത് ഞങ്ങളുടെ സാറ് പഠിപ്പിച്ച വിഷയമായത്. നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, മഹോദര യുഗം, സഹസ്രാബ്ദ യുഗം, നിത്യയുഗം. ഈ യുഗങ്ങളെ കുറിച്ച്, ഇതാണ് 9 യുഗങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗം ഏതാണ്? കൃപായുഗം. കറക്റ്റ്, കൃപായുഗം. നമുക്ക് മുമ്പുണ്ടായിരുന്ന യുഗത്തിന്റെ പേരെന്താ? ന്യായപ്രമാണം. ഇപ്പൊ ന്യായപ്രമാണത്തിലെ പഠിപ്പിക്കലല്ലേ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ വാക്കുകൊണ്ട് പറയണതല്ല, കറക്റ്റ് ആണല്ലോ. ഉറച്ചു പറ, ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ഉറച്ചു പറ. ന്യായപ്രമാണത്തിലേക്ക് വലിച്ചോണ്ട് പോവുക. എന്താ കാര്യം? ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തുകൊണ്ടിരുന്നു. അന്ത്യകാലത്ത്, യേശുക്രിസ്തുവിന്റെ കാലം, യോഹന്നാൻ വഴികാട്ടിയായി വന്ന യേശുക്രിസ്തു വന്ന് അപ്പോസ്തലന്മാർ മുഖാന്തരം ഉപദേശം കിട്ടിയ കാലം, അന്ത്യകാലം. ഇത് അന്ത്യകാലമായത്. ഈ കാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. യേശുക്രിസ്തു പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എറളപ്പാട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞാനിവിടെ ഉണ്ടായിരുന്നോ? നമ്മുടെ 25 തലമുറ ഒന്നുണ്ടായിരുന്നില്ല. ശരിയല്ലേ? ഞങ്ങളുടെ തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ തിരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നമ്മുടെ 25 തലമുറ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന വാത്സല്യ ശിഷ്യന്മാരെ കർത്താവ് പിതാവ് തിരഞ്ഞെടുത്ത് കൊടുത്ത പുത്രന്. അത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെ ഇടയ്ക്ക് വായിച്ചു പഠിച്ചു കൊള്ളണം. പിതാവേ, നീ നിൽക്കുന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം.